ഇത് ഞാൻ നട്ടു വളർത്തി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ അനഘ ഇനത്തിൽപ്പെട്ട തക്കാളിയാണ്. ഉണ്ടാകുന്ന കായ്കളുടെ എണ്ണം താരതമ്യേന കുറവാണെങ്കിലും കായ്കൾക്ക് നല്ല വലിപ്പവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തൂക്കവും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ അനഘ എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനകത്തെല്ലാം പഴങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് നട്ടു വളർത്തിയ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെറുതെ ഒന്ന് നട്ടു വളർത്തിയ ചെടിയാണ് ഇത്. ജൂബിലി ഇനത്തിൽപ്പെട്ട തക്കാളിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പുളി തീരെ കുറവാണ്. ശരിക്കും ഒരു ടേസ്റ്റ് ഉള്ള രീതിയിലുള്ള അസിഡിറ്റി ഇതിന് കുറവുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ മാക്സിമം സൈസ് എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇത് കുറച്ചും കൂടെ ഒരു ഗോൾഡൻ കളറാണ് വരുന്നത്. അതാണ് ഇത് വള്ളിയായിട്ട് പടർന്നു വരുന്ന ഒരു വെറൈറ്റിയാണ്. അത് പടർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കൂടുതൽ കായ്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നട്ട് വളർത്തിയിട്ടുള്ള ഒരു വഴുതണ ഇനമാണിത്. ഇത് അർക്ക ഇനത്തിൽപ്പെട്ട വഴുതണയാണ്. നല്ല വലിപ്പമുള്ള എല്ലാ ആളുകളുടെയും വീട്ടിലൊക്കെ മിക്കവാറും ഇത് ഉണ്ടാവും. നല്ല ഒരു റിസൾട്ട് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇത് ഗ്രോ ബാഗിലും അതേപോലെ തന്നെ ഞാൻ മണ്ണിലും പറമ്പിലും നട്ട് വളർത്തുന്നുണ്ട്. നല്ല ഒരു റിസൾട്ട് അർക്ക വഴുതണയ്ക്ക് കിട്ടുന്നത്. ഇത് ഹാച്ച് ഗ്രീൻ എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ചില്ലിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുളകിനേക്കാളും കുറച്ചും കൂടെ ഒരു വണ്ണവും ഉണ്ട്. ഒരു ഇളം പച്ച കളറായിരിക്കും ഇതിന് എപ്പോഴും ഉണ്ടാകുന്നത്. ഇത് നന്നായിട്ട് മുറ്റിക്കഴിഞ്ഞാലും ഇതിനൊരു എന്താ പറയുന്നത് ഈ ഒരു ഇളം പച്ച കളർ തന്നെയായിരിക്കും ഈ ഒരു ചില്ലിക്ക് ഉണ്ടാകുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലിയൊക്കെ നട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് നല്ല ഒരു കളറും അതേപോലെ തന്നെ കൂടുതൽ എരിവും ഈ ഒരു മുളകിന് കിട്ടുന്നുണ്ട്. ഇത് വീടിൻ്റെ മുറ്റത്ത് ഞാനിങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുള്ള വഴുതണയാണ്. അർക്ക ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഗ്രോ ബാഗിൽ നട്ട് വളർത്തിയ അതേ വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം കിട്ടുന്നുണ്ട്. വീണ്ടും ഞാനിവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടെ നോക്കാം അതിനകത്ത് എത്രത്തോളം നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്ന്. ഈ ഒരു ചെടി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ കായ്കൾ പിടിക്കുന്നുണ്ട്. അത് നോക്കിക്കോ എത്ര കായ്കളാണ് ഇതിനകത്ത് ഒരു ചെടിക്കകത്തുള്ളതെന്ന്. ഇവിടെ എല്ലാം നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൊമ്പിൽ നമുക്കൊരു എന്താ പറയുന്നത് വിൽപ്പന അടിസ്ഥാനത്തിൽ നട്ട് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി ആട്ടോ ഇത്. നല്ല റിസൾട്ടായിട്ട് തരുന്നത്. നമ്മുടെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ.